എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. ഞാൻ ഹോസ്പിറ്റലിലുമല്ല. കുറേ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ. എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു ഹോസ്പിറ്റലുമല്ല. ഞാൻ പോയി ദുബായിൽ വന്നപ്പോൾ എൻ്റെ ഡ്രോമയൊക്കെ മാറിയെന്ന് പറയുന്നു. തീർച്ചയായിട്ടും മാറി. രേണുസുതി ഇപ്പൊ നിലവിൽ റീച്ച് ആവാനുള്ള ഏക മാർഗം ഇത്തരത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ അടിച്ചു വിടുക എന്നുള്ളത് മാത്രമാണ്. കാരണം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത രീതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരുപാട് റീച്ചുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അകത്തെ കളി കാരണമാണോ അതോ അതിനകത്ത് കയറിയതുകൊണ്ടാണോ എന്നറിയത്തില്ല, തിരിച്ചിറങ്ങി വന്നതിന് ശേഷം പഴയതുപോലെ വലിയൊരു അന്താളിപ്പോ കത്തലോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അതിപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പൊ ദുബായിലേക്ക് പോവുകയും ഡാൻസ് ബാർ ഇനാഗ്രേഷനും അവിടുത്തെ ഡാൻസും കള്ളുകുടിക്കുന്ന വീഡിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് എങ്ങനെങ്കിലും പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുക, ചർച്ചാ വിഷയമാക്കുക, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക, സോഷ്യൽ മീഡിയ കത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് 3-4 മാസങ്ങൾക്ക് മുമ്പുള്ള അതേ സിറ്റുവേഷൻസ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പം നോക്കുമ്പോൾ ജനങ്ങൾ കത്തിക്കാത്ത സ്ഥിതിക്ക് സ്വന്തമായിട്ട് തന്നെ പല വിവാദങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നില്ല എന്നൊക്കെയുള്ള ഒരു കാര്യം. ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നൊരു വീഡിയോ ഒന്ന് എൻ്റെ പൊന്നു രേണുസുതി, ഞാൻ ഈ യൂട്യൂബും ഫേസ്ബുക്കും മൊത്തം അരിച്ച് പറക്കി നോക്കി. നിങ്ങളെ ദുബായ് പോലീസ് പിടിച്ചു എന്ന് പറയുന്ന ഒരു വീഡിയോയോ ഒരു പോസ്റ്ററോ പോട്ടെ എന്തെങ്കിലും ഒരു കമൻറ്റ് പോലും ഒരു സ്ഥലത്തും കാണാൻ സാധിക്കുന്നില്ല. പിന്നെ നിങ്ങളിത് എവിടെ നിന്ന് കേട്ടു നമുക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ തന്നെ പറയാറുണ്ട്, ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോസ് ഞാൻ കാണാറില്ല, ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഞാൻ നോക്കാറില്ല, നമ്മളായിട്ട് എന്തിനാണ് പറഞ്ഞ് അവർക്ക് റീച്ചിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ദുബായ് പോലീസ് പിടിച്ചു എന്ന് പറയുന്നൊരു ന്യൂസ് നിങ്ങൾ കേട്ടു അല്ലെങ്കിൽ കണ്ടു എന്നൊക്കെ പറയുന്നത്? എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ. ചേച്ചിയെ കൊണ്ട് മാത്രമേ പറ്റൂ ചേച്ചിയെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ളത്. അത്തരത്തിലൊരു പ്രൊമോഷൻ വർക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ അവസാനം ചേച്ചി ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് കേട്ടോ, ആ ഒരു ട്രോമ സംഭവം. ആ സംഭവവും ചേച്ചിയുടെ ദുബായ് പോലീസ് പിടിച്ച കേസും നമുക്കൊന്ന് കണ്ടു നോക്കാം. നമസ്കാരം, രേണുസുതി. ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. ഞാൻ ഹോസ്പിറ്റലിലുമല്ല. കുറേ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ ചിതൽ വ്ളോഗും അതുപോലെ ചോക്ക് ടോക്സും പിന്നെ ആരാണ് മോനു സത്യനും, ഇവരാണ് 3 പ്രധാനപ്പെട്ട ആൾക്കാർ. ബാക്കി കുറേ ഇങ്ങനെ നട്ടാ കുരിക്കാത്ത കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് എതിരെ. നട്ടാ കൊലക്കാത്തയോ? ഞാൻ നട്ടിട്ടുമുണ്ട്, കൊലപ്പിച്ചിട്ടുമുണ്ട്, നല്ല രീതിയിൽ കൊലപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പിന്നെ നിങ്ങൾ പേരൊന്നും പറയാത്ത നമുക്കറിയാം, അതൊന്നും വിഷയമൊന്നുമില്ല. നമുക്കങ്ങനെ പബ്ലിസിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ സൈഡിൽ കൂടെ മാസ്ക് ഒക്കെ ഇട്ട് പോകുന്ന ആൾക്കാർ. അതുകൊണ്ട് പബ്ലിസിറ്റി വേണ്ട. ഒരിക്കലും നമ്മുടെ പേരൊന്നും പറയില്ല. നമ്മുടെ വീഡിയോ കണ്ടാലും കണ്ടില്ല എന്നേ പറയാവൂ, അല്ലാതെ വേറെ ഒന്നും പറയില്ല. ചിതൽ വ്ളോഗാരാന്ന് മനസ്സിലായി. കാരണം അതിനെ കുറിച്ചാണ് പറയുന്നത്, ചിതൽ വ്ളോഗ്. മനസ്സിലായി, ബാക്കിയെല്ലാം മനസ്സിലായി. വീഡിയോ ഇടാൻ അവരുടെ പേര് പോലും ഞാൻ പറയാനുള്ള യോഗ്യത അവർക്കില്ല. അതുകൊണ്ട് ഞാൻ പറയണില്ല. അപ്പം ഇവരുടെയൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ എഴുതി വെക്കണം, രേണുസുതി ഈ വീടിന്റെ ഐശ്വര്യം. അതെ. കൊല്ലം സുതി ഈ വീടിന്റെ ഐശ്വര്യം ഒന്ന് ചേച്ചി വെക്കുന്നത് പോലെ ഞങ്ങൾ രേണുസുതി ഈ വീടിന്റെ ഐശ്വര്യം ഒന്ന് വീട്ടിൽ ഫ്രണ്ട് വെക്കാം. അപ്പൊ കറക്റ്റ് ആയിരിക്കും, ഒരു കുഴപ്പം കാണത്തില്ല. എന്നെ വെച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞ് കുറേ കാശ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. നാണമുണ്ടോ നട്ടാ കുരിക്കാത്ത ഈ കള്ളത്തരം പറയാൻ? എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു ജനങ്ങളെ പറ്റിച്ച് തേച്ച് ഒലിപ്പിച്ച് പൈസ ഉണ്ടാക്കി നിങ്ങളെ കൊണ്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ നമുക്കും ഇതുപോലെ ജീവിക്കാം. പക്ഷേ നിങ്ങളെ ആരും ദുബായ് പോലീസ് പിടിച്ചെന്നുള്ള നട്ടാക്കൊലക്കത്തഞ്ഞൊന്നും ആരും പറഞ്ഞിട്ടില്ല, ആരും കണ്ടിട്ടുമില്ല. പിന്നെ ദുബായി പോയിട്ട് നിങ്ങളൊരു ബാർ ഉദ്ഘാടനം നടത്തി അവിടെ 2 ഡാൻസും കളിച്ച് അതൊക്കെ വേറെ പരിപാടി തന്നെ. അതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നിങ്ങളെ പോലീസ് പിടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് ആവശ്യം നമുക്കൊന്നുമില്ല. അയ്യോ, ഹോസ്പിറ്റലുമല്ല, ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഇവിടെ വന്ന പാപ്പിലോൺ എന്ന് പറയുന്നത് ഫാമിലി ബാർ റെസ്റ്റോറന്റ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. മനസ്സിലായി, ഞാനൊരു സെലിബ്രേറ്റ് ചെയ്യാനാണ്. അത് മറ്റേ എന്തുവാ ബാറിലൊക്കെ പോയതുകൊണ്ടായിരിക്കും കേട്ടോ. ഞാൻ വന്നിരിക്കുന്നത് പാപ്പിലോണിന്റെ ഫാമിലി റെസ്റ്റോറന്റ് ബാർ ഉദ്ഘാടനത്തിനാണ്. എന്താണ്ട് ചിലപ്പോൾ അവിടെ പോയതിന്റെ ഒരു ചെറിയൊരു ഹാങ് ഓവർ ആയിരിക്കാം വിളിച്ചത്. അപ്പോൾ അതിവിടെ ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാനും അതുപോലെ ഡ്രിങ്ക്സ് കഴിക്കേണ്ടവർ കഴിച്ചാൽ മതി, ഇല്ലാത്തവർ കഴിക്കണ്ടെന്നേ. പിന്നെ ഞാൻ അഭിനയിച്ചത് പരിമല ചെരുവില എന്ന് പറയുന്ന പാട്ട് അഭിനയിച്ചത് അത് ഇവരുടെ പ്രൊമോഷനായിരുന്നു. അത് കള്ള് കുടിക്കുന്നതായിട്ട് നമ്മൾ അഭിനയിക്കേണ്ട സ്ഥലത്ത് നമ്മൾ അഭിനയിച്ചല്ലേ പറ്റുന്ന. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഇതിന് മുന്നേ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ അഭിനയിച്ചതാണ്. അല്ലാതെ അഭിനയമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അടുത്ത നോമിനേഷൻ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് രേണുസുതിക്ക് വേണ്ടിയിട്ട് നോമിനേഷൻ തന്നെ കൊടുക്കാൻ പറ്റുക. എന്നാ അഭിനയം വന്നറിയാം കള്ളു കുടിച്ച് കാണിച്ചത്. അതിന് ഞാൻ കള്ളു കുടിച്ച് വെളിവില്ലാതെ വഴി കിടന്ന് ദുബായ് പോലീസിനെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഒരു ഫോട്ടോയും കൂടെ അത് കണ്ടിട്ടാണ് എനിക്കിത് പ്രതികരിക്കാൻ തോന്നുന്നത്. ഒരു ഫോട്ടോയും കൂടെ ഇഞ്ചക്ഷൻ എടുത്തിങ്ങനെ ഞാൻ കിടക്കുന്നത്. നിങ്ങൾക്കൊന്നും എനിക്ക് ഇതിൽ കൂടുതൽ എന്താ പറയാ, നാണമുണ്ടോ നിങ്ങൾക്ക്? നാണം കെട്ടവന്മാരെ ഇങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഇതെടുത്തിട്ട്
അലക്കിയാലും കുഴപ്പമില്ല. എനിക്ക് എൻ്റെ മറുപടി എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയണമെന്നുള്ളത് ഉത്തരവാദിത്തമാണ്. അത് ആ നല്ലൊരു ഉത്തരവാദിത്തം. കാരണം ഈ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. കാരണം നിങ്ങൾ ബിഗ് ബോസിൽ പോയപ്പോൾ കുറച്ചധികം വ്യക്തികൾ നിങ്ങളെ സ്നേഹിച്ചെന്ന് പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ ഇറങ്ങി വന്നിട്ട് നിങ്ങളുടെ പല പരിപാടികളുണ്ട്. അപ്പോഴത്തേനും ഓരോന്നോരോന്നായിട്ട് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ആ പോകുന്നവരെല്ലാം വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇതുപോലുള്ള എന്തെങ്കിലും ഐറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കറക്കി വിടുന്നത് വളരെ നന്നായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാനുള്ളൊരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ കമന്റ് ചെയ്യുക. പിന്നെ ഹൈപ്പ് മര്യാദയ്ക്ക് ഹൈപ്പ് കൊടുക്കാമുള്ളവന്മാരെല്ലാം എൻ്റെ വീഡിയോയുടെ നേരെ ഹൈപ്പ് കൊടുക്കണം കേട്ടല്ലേ. പോയി ദുബായിൽ വന്നപ്പോൾ എൻ്റെ ഡ്രോമയൊക്കെ മാറിയെന്ന് പറയുന്നു. തീർച്ചയായിട്ടും മാറി. ദുബായിൽ വന്നപ്പോഴല്ല, എൻ്റെ മക്കളെ കണ്ടപ്പോൾ. ബിഗ് ബോസിൽ വിവരമുള്ളവർക്കറിയാം, ബിഗ് ബോസിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? അതിന് വിവരമുള്ളവർ വേണമെന്നൊന്നുമില്ല. ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ മതി. ബിഗ് ബോസിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാം. പിന്നെ ബിഗ് ബോസിൽ നിങ്ങൾ പുറത്തു വന്നപ്പോൾ ഡ്രോമ മാറി. കാരണം എന്താണെന്നറിയോ, ബിഗ് ബോസിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു ഡ്രോമ എന്ന് പറയുന്ന ഒരു ഡ്രാമ നടത്തിക്കൊണ്ടിരുന്നത്. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇവർക്ക് ഇവരുടെ ഫാമിലിയും മക്കളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകളല്ലാതെ മറ്റൊരു കണ്ടന്റും അറിയത്തില്ല. അതിനെക്കുറിച്ച് ഒരു മാങ്ങാത്തൊരു അറിയത്തില്ല. ആ ബിഗ് ബോസിനകത്താണെങ്കിൽ ഇത് സംഭവം എടുത്ത് വിൽക്കാനും പറ്റത്തില്ല. 3-4 തവണ വിറ്റപ്പോൾ നാട്ടുകാരെല്ലാം എടുത്ത് ഊക്കി വിട്ടതുകൊണ്ട് പിന്നെ അത് ചെയ്യാനും പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്ത് അടിയേ പറ്റത്തുള്ളൂ. സിംഹക്കൂട്ടിനകത്തോ അല്ലെങ്കിൽ അരിക്കുള്ളിൽ പെട്ടുപോയ ഒരു തടവുകാരൻ്റെ അതേ മെന്റാലിറ്റിയിൽ അവിടെ കടന്നിരുന്നത്. ഇവിടെ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ എന്നും വിളിക്കും. ഇപ്പോഴും ഞാൻ എന്റെ കിച്ചുമോനെയും ഋതപ്പനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കണ്ട് ഞാൻ സംസാരിക്കാറുണ്ട്. മനസ്സിലായോ? അല്ലാതെ ഞാൻ ഡ്രോമയിലല്ല ദുബായിൽ. ദുബായിൽ ഞാൻ പ്രമോഷന് വന്നാണ്, പാപ്പിലോന്റെ പ്രമോഷന് വന്നാണ്, ഒരു ജോലിക്ക് വന്നതാണ്. പ്രമോഷന്റെ ജോലിയാണ്. സോ ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ ഇവിടുത്തെ എന്റെ മക്കളെ വിളിക്കാൻ എനിക്ക് പറ്റും. ഇടക്കിടയ്ക്ക് പറയുന്നത് ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ ആരും പറഞ്ഞില്ല നിങ്ങളൊരു ആർട്ടിസ്റ്റ് അല്ലാന്ന്. ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് തലത്തിലുള്ള ആൾക്കാർ ആർട്ടിസ്റ്റുകളാണ്. നിങ്ങളൊരു ആക്ട്രസ് ആണ് എന്ന് പറയാതിരുന്നാൽ മതിയായിരിക്കും. ഓക്കെ, നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെ, അത്രേ ഉള്ളൂ. അവരെ വീഡിയോ കോൾ ചെയ്യും, സംസാരിക്കും, എന്റെ വീട്ടുകാരെ വിളിക്കും, എന്റെ ഫ്രണ്ട്സിനെ വിളിക്കും. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ പറയാനുള്ള മറുപടി, ഇതൊക്കെ ആർക്കുള്ള മറുപടിയാണെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്തോളൂ. കാരണം എനിക്ക് അവരുടെ പേര് പറഞ്ഞ് അവരെ വീണ്ടും റീച്ച് ആക്കാൻ എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല. സോ ദുബായിൽ നിന്ന് രേണു സുധി. പുതിയ റേഡിയോ, FM റേഡിയോ, ദുബായിൽ നിന്നും രേണു സുധി. ചേച്ചിയുടെ ഓരോ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ആരൊക്കെ ചേച്ചി ഇങ്ങനെയൊക്കെ ചേച്ചിക്ക് വേണ്ടിയിരിക്കുന്നു, ചേച്ചിയുടെ നോക്കിയിരിക്കുന്നു, ചേച്ചിയുടെ ഡ്രാമ നോക്കിയിരിക്കുന്നു. എന്തൊക്കെയാ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു മര്യാദയൊക്കെ വേണ്ടേ? അല്പം മര്യാദക്കൊക്കെ തള്ളണ്ടേ? നിങ്ങളുടെ ഡ്രാമ പിള്ളേരെ വീഡിയോ കോൾ ചെയ്തപ്പോഴെങ്കിൽ മാറിയെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ഒന്നും അല്ല, നമുക്ക് കാണുന്നത് നമുക്കും അറിയാമല്ലോ. പിന്നെ ഇപ്പൊ പഴയതുപോലെ വിചാരിക്കുന്ന രീതിയിലുള്ള റീച്ചിലേക്കൊന്നും അങ്ങോട്ട് കണ്ടന്റുകളൊന്നും അങ്ങോട്ട് എത്തുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എത്താൻ പറ്റാത്തത്? കാരണം നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ കുറേ ജീവിതങ്ങൾ വലിച്ചടിച്ചത് ഇപ്പം കാണിക്കുന്നുണ്ടല്ലോ. മക്കളെ വീഡിയോ കോൾ ചെയ്യാറുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യമുണ്ട്. അതെല്ലാം ജീവിതം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചടിച്ച്. അപ്പം ഇതിനകത്ത് കുറച്ചധികം നെഗറ്റിവിറ്റികൾ ഉണ്ടായപ്പോഴത്തേന് അത് കുറച്ച് പേര് എടുത്ത് വെച്ചെങ്കിൽ പിച്ച് ചീന്തിയപ്പോഴത്തേക്കിന് അതിനെ ഒരു ചവിട്ടുപടിയാക്കി നിങ്ങൾ മുകളിലേക്ക് കയറാനായിട്ട് ശ്രമിച്ചു. പോയിക്കൊണ്ടിരിക്കുന്ന വഴി കൂടി ഇവിടെ ഒരു ബിഗ് ബോസിനകത്തേക്ക് കയറി. അകത്ത് കയറിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവരുടെ ചവിട്ടുപടി എന്ന് പറയുന്നത് ഇവരുടെ കുടുംബവും ഇവരുടെ ഫാമിലിയും മാത്രമാണ്. അല്ലാതെ പുറത്ത് നടക്കുന്ന ഒരു കാര്യമായിട്ടും എവിടെ ഉൽക്ക പൊട്ടിയെന്ന് പറഞ്ഞാലും അപ്പുറത്ത് ഭൂകമ്പം ഉണ്ടായെന്ന് പറഞ്ഞാലും യുദ്ധം നടന്നെന്ന് പറഞ്ഞാലും നമുക്കതൊന്നും അറിയണ്ട. സൂത്രക്കാരൻ എന്തെങ്കിലും പറഞ്ഞോ, ഇത്രയേ ഉള്ളൂ. ഇതാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൊണ്ട് പൊട്ടിത്തെറിക്കാനായിട്ട് സാധിക്കുമെന്ന് ഷോയ്ക്കുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെങ്കിലും അവിടെ നിന്ന് ഡ്രോമ എന്ന് പറഞ്ഞൊരു ഡ്രാമ കളിച്ചുകൊണ്ട് ചാടി പുറത്തേക്ക് വന്നു. ഓടിപ്പോയപ്പോഴത്തേന് പല കുറച്ച് കാണിക്കാൻ പറ്റുന്ന കുറേ പരിപാടികളൊക്കെ എടുത്ത് തലയിലെടുത്ത് വെച്ച്. കാരണം അതിൽ നിന്നും ട്രോള് കിട്ടുമോ നോക്കിയപ്പോഴത്തേക്കിന് വലിയ രീതിയിൽ റീച്ചിലേക്ക് എത്തുന്നില്ല. പിടിച്ചു ദുബായിലേക്ക് എന്തോന്ന് ഡാൻസ് ബാർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവിടെ ചെന്ന് അവർക്ക് കാണിക്കാനും പറയാനുള്ളത് എന്താണെന്ന് അവിടെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കിന് വീണ്ടും പ്രതീക്ഷിക്കുന്ന രീതിയിൽ അങ്ങോട്ട് വരുന്നില്ല. എന്നാൽ പിന്നെ സ്വന്തമായിട്ട് ഞാൻ തന്നെ കുറേ അപരാധം അങ്ങ് പറഞ്ഞ് ഇറക്കിയേക്കാം, നിങ്ങളങ്ങ് എടുത്തു വെച്ച് ട്രോളിയൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി ഇട്ടൊരു സാധനം. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ അറിയോ? നിങ്ങളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറും തറപ്പരിപാടിയാണ്. ആ തറപ്പരിപാടി നമുക്ക് പറയാനൊരു പ്ലാറ്റ്ഫോം ഇതുണ്ടല്ലോ. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ അങ്ങ് പറയുന്നതും കാണിക്കുന്നതും മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിയെന്ന്.